നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളമൊട്ടാകെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമാകുന്നത് കേരളത്തിലെ ആദ്യത്തെ തന്നെ വനിതാ IPS ഓഫീസറായ ആർ ശ്രീലേഖയുടെ മത്സരമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിലാണ് ആർ ശ്രീലേഖ മത്സരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ശ്രീലേഖയ്ക്കെതിരെ കൊടിയ ആക്രമണമാണ് മറ്റുള്ളവരെല്ലാം അഴിച്ചുവിടുന്നത്. പലരും ഫേസ്ബുക്കിൽ എഴുതുന്നത് ശ്രീലേഖ ജയിക്കുന്നതിനെ ഇഷ്ടപ്പെടാത്തത് അവർ BJP ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. BJP ആയാൽ അയിത്തം കൽപ്പിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്നെയാണ് ഇന്ന് BJP പല സ്ഥലങ്ങളിലും വിജയിക്കുകയും വെണ്ണിക്കൊടി പാറിക്കുകയും ചെയ്തത്. പണ്ടുണ്ടായിരുന്ന അയിത്തമൊക്കെ മാറിയിരിക്കുന്നു. ഇന്ന് വളരെ കുറച്ച് ഇടതുപക്ഷ അനുഭാവികൾക്കും വളരെ കുറച്ച് CPM-കാർക്കും ഒക്കെ മാത്രമാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുള്ളത്. സാധാരണ ജനങ്ങളും മാറി ചിന്തിക്കുന്ന ജനങ്ങളും ഭാരതത്തിന്റെ വികസനം ഉറ്റുനോക്കിക്കൊണ്ട് ഭാരതത്തിൽ നരേന്ദ്രമോദി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ BJP-യിലേക്ക് കളം മാറ്റി ചവിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പല സ്ഥലങ്ങളിലും BJP ജയിക്കുന്നതിന്റെ കാരണവും ഇതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേക്കാളേറെ ആത്മവിശ്വാസത്തോടെ BJP മുന്നോട്ട് പോകുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് അണികളിൽ ഉണ്ടാക്കിയ ആവേശം അത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുമുണ്ട്. ഇത്തവണത്തെ BJP-യുടെ സ്ഥാനാർത്ഥി നില നോക്കിയാൽ വിദ്യാഭ്യാസമുള്ള വളരെ ഉന്നത നിലയിൽ നിൽക്കുന്ന പല സ്ഥാനാർത്ഥികളും ഇന്ന് BJP-യുടേതായുണ്ട്. കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് തന്നെ അവ്യക്തമായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക തരത്തിലാണ് പല വാർഡുകളിലെയും പ്രവർത്തനം. തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്കിയാൽ ആകെ നേരത്തെ ഉണ്ടായിരുന്നത് 10 സ്ഥലത്ത് മാത്രമാണ്. ആ 10 വാർഡുകളിൽ 2 വാർഡുകൾ ഡീലിമിറ്റേഷനോടെ ഇല്ലാതാക്കി. ഇനിയുള്ള വാർഡുകൾ 8 വാർഡുകളാണ്. അതിൽ തന്നെ പല വാർഡുകളിലും വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കോൺഗ്രസ്. നമുക്കറിയാം, കുന്നുകുഴി പോലുള്ള വാർഡിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ചിടത്ത് ഇത്തവണ അവിടെ CPM ജയിക്കും. കാരണം IP ബിനുവാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജയിക്കും എന്ന് യാതൊരു സംശയവുമില്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കവടിയാർ നോക്കിയാൽ കവടിയാറിൽ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വളരെ ചെറിയൊരു മാർജിനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റാണ് കവടിയാർ. ഇത്തവണ BJPക്ക് ഒരുപാട് നല്ല സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം നഗരസഭയെ വളരെ വലിയ രീതിയിൽ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. നമുക്കറിയാം, ജയൻ ബാബു എന്ന് പറയുന്ന എക്കാലത്തെയും ജനകീയനായ ഒരു നേതാവിനെ അട്ടിമറിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഏത് വാർഡിൽ മത്സരിച്ചാലും ആ വാർഡിൽ വിജയിക്കുന്ന മധുസൂദനൻ എന്ന് പറയുന്ന ആളെയാണ് ഇപ്പോൾ കവടിയാറിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. മധുസൂദനെ അറിയാം, NSSന്റെ ഒക്കെ സപ്പോർട്ടുള്ള ഒരാളാണ്. അതുകൂടാതെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള നിരവധി പേർ നമുക്കറിയാം. തിരുവനന്തപുരത്ത് തന്നെ നോക്കിയാൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾ 2015 തെരഞ്ഞെടുപ്പിൽ സജീവ്, അതുപോലെ തന്നെ നേമത്ത് മത്സരിക്കുന്ന സജി, അതുപോലെ തന്നെ ഇത്തവണ പാപ്പനംകോട് സജി, ഈ 2020 തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള ഒരു വാർഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ള ആളാണ് കരമന അജിത്ത്. കരമന അജിത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പല മേയർ സ്ഥാനാർത്ഥികളെയും തറപറ്റിച്ച സ്ഥാനാർത്ഥി. CPM-ന്റെ 2 മേയർ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ തവണ നെടുങ്കാട് വാർഡ്, ആ നെടുങ്കാട് വാർഡിൽ നിന്ന് പുഷ്പലത എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവർ മുൻ കൗൺസിലറാണ്. ഈ പുഷ്പലതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ലീഡറാണ് CPM-ന്റെ. എന്നിട്ട് പോലും അവരെ അട്ടിമറിക്കാൻ തക്ക ജനപ്രീതി നേടിയ ഒരാളാണ് കരമന അജിത്ത്. ഇങ്ങനെ നിരവധി സ്ഥാനാർത്ഥികൾ BJPക്ക് ഉണ്ട് എന്നുള്ളതാണ് BJPയുടെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വിജയം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നോക്കൂ, തിരുവനന്തപുരത്തേക്ക് നോക്കിയാൽ തിരുവനന്തപുരത്ത് ആർ ശ്രീലേഖ രംഗത്ത് വന്നതോടുകൂടി ഈ കളമേ ആകെ മാറി, അന്തരീക്ഷമേ ആകെ മാറിയിരിക്കുന്നു. ശ്രീലേഖ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് കേട്ടതോടുകൂടി കേരളത്തിലെ വിദ്യാഭ്യാസമുള്ളവരുടെ ഒരു വലിയ തലമുറ അവരെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു. ശശി തരൂരിനെ അംഗീകരിച്ചതുപോലെ തന്നെ അവരെ അംഗീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നോക്കൂ, ഇവിടെ അവർ വന്നപ്പോൾ മുതൽ പലതരത്തിലുള്ള വിവാദങ്ങളാണ് അവിടെ എതിർ സ്ഥാനാർത്ഥികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ IPS ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളോട് ഇടപഴകാൻ കഴിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അത് വിലപ്പോകില്ല, അവർ ജനങ്ങളോട് ഇടപഴകുന്ന രീതിയും മറ്റുമൊക്കെ കണ്ടപ്പോൾ അത് വിലപ്പോകില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അവരുടെ IPS-നെ ചുറ്റിപ്പറ്റിയായ വിവാദം. ആം ആദ്മി പാർട്ടിയുടെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്ന മുഴുവൻ IPS-നെയാണ്. അവർ ബ്യൂട്ടീഷ്യൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് നേരത്തും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീലേഖ മാഡത്തിന്റെ IPS-നെ സംബന്ധിച്ചാണ്. അവർ അവരുടെ IPS നോട്ടീസിൽ കണ്ടു, അവരുടെ ഫ്ലക്സിൽ കണ്ടു, അവരുടെ ബോർഡിൽ കണ്ടു, ഇങ്ങനെ പല കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും രീതിയിൽ അവരെ തറപറ്റിക്കാൻ, അവരുടെ ജനപ്രീതി കണ്ട് അവർ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമാകുന്നതുകൊണ്ട് അവരെ തറപറ്റിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനിടയിൽ കുത്തിയോട്ടവുമായി സംബന്ധിച്ച് അവർ പറഞ്ഞ കാര്യങ്ങളെ വിവാദമാക്കുന്നു. ദിലീപുമായി ബന്ധപ്പെട്ട കേസ് പോലും എടുത്തിരുന്നു. അതൊക്കെ അവരുടെ പേഴ്സണലായ കാര്യങ്ങളാണ്. അത്തരം ചില അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത തരത്തിലേക്ക്
കയറാൻ നോക്കിയിരിക്കുകയാണ്. ഏതായാലും അതൊന്നും വിലപ്പോകില്ല. ഇത്തവണ ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന ആർ ശ്രീലേഖ ശാസ്തമംഗലത്ത് താമര വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും അവിടെ നിന്ന് വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആയി മാറും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അവിടെ മറ്റൊരു ചെറിയ കുട്ടി മത്സരിക്കുന്നുണ്ട്. ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അടുത്തേക്ക് എല്ലാവർക്കും എത്താൻ കഴിയും. പലതരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നറേറ്റീവുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ശാസ്തമംഗലത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയായ രശ്മി അവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. പക്ഷേ രശ്മിയെ സംബന്ധിച്ച് നോക്കിയാൽ എത്ര വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ഇന്നലെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്റെ പോസ്റ്റർ കീറി. ഏതായാലും ആർ ശ്രീലേഖ നേരിട്ട് പോസ്റ്റർ കീറിയെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല അതിനൊക്കെ ഒരു സ്ഥാനാർത്ഥിയുമല്ല. ആർ ശ്രീലേഖയ്ക്ക് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള സ്ഥാനാർത്ഥിയുമല്ല. അപ്പൊ കിട്ടുന്ന സമയം കൊണ്ട് തന്റെ ഈ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്ക് കാണിച്ച് നാട്ടുകാരുടെ മുന്നിൽ പ്രശസ്തയാകാമെന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും ആർ ശ്രീലേഖ വൻ വിജയം കൈവരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശ്രീലേഖയുടെ എതിരാളികൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ശാസ്തമംഗലത്ത് BJP തന്നെയാണ്. അവിടെ ജയിച്ചിട്ടുള്ളതും BJP തന്നെയാണ്. ആ വാർഡിൽ ഉണ്ടായിരുന്ന മധുസൂദൻ തന്നെയാണ് ഇത്തവണ കവടിയാറിലേക്ക് നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ നേരത്തെ മരുതകുഴിയിൽ മത്സരിച്ച ആളായിരുന്നു മധു. അതുപോലെ തന്നെ മത്സരിച്ച എല്ലാ സ്ഥലത്തും വളരെ നല്ല രീതിയിൽ പ്രശസ്തമായ വിജയം കൈവരിച്ച ആൾ കൂടിയാണ് മധു. അതുപോലെ തന്നെ ആ ശ്രീലേഖ ഇപ്പോൾ പുതിയതായാണ് മത്സരരംഗത്തെങ്കിലും ജനങ്ങളുമായി ഇടപഴകുന്ന കാര്യത്തിൽ, ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന കാര്യത്തിൽ നന്നായി നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരാളെന്ന രീതിയിൽ ശാസ്തമംഗലത്തുകാർക്ക് ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ് ശ്രീലേഖ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി അഥവാ അവരുടെ IPS സംബന്ധിച്ചാണ് വിവാദമെങ്കിൽ അവരുടെ IPS പദവി വെച്ചില്ലെങ്കിലും അവർ IPS കാരിയാണെന്ന് മുഴുവൻ പേർക്കും അറിയാം. കേരളത്തിൽ ഏത് ജനങ്ങൾക്കാണ് ആർ ശ്രീലേഖ IPS കാരിയല്ല എന്ന് അറിയാത്തത്? IPS കാരി അല്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. IPS കാരി തന്നെയാണെന്ന് അറിയാത്ത ആരാണ്? ആർ ശ്രീലേഖ IPS കാരിയാണെന്ന് അറിയാത്ത ആരാണ് കേരളത്തിലുള്ളത്? കാരണം കേരളത്തിലെ ആദ്യത്തെ IPS ഓഫീസറാണ്. ജയിൽ DGP ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ തീർച്ചയായിട്ടും DGP തലത്തിലേക്ക് എത്തേണ്ട ആളുമായിരുന്നു. ലോ ആൻഡ് ഓർഡർ DGP ആകേണ്ട ആളുമായിരുന്നു. ഏതായാലും വലിയ രീതിയിൽ നേരത്തെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ആർ ശ്രീലേഖ. അതുകൊണ്ട് തന്നെ ആർ ശ്രീലേഖയുടെ IPS പദവി സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇൻസെക്യൂരിറ്റിയും IPS കിട്ടാത്തതിന്റെ ചുരുക്കമൊക്കെയാണ്. പഠിക്കാൻ കഴിയാത്തതിന്റെ ചുരുക്കാണെന്നേ പറയാൻ കഴിയൂ, അല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും ആർ ശ്രീലേഖ വമ്പൻ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. കാര്യത്തിലും സംശയമില്ല.